ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഞാൻ ജി മുനീർ, പെർഫെക്റ്റ് സെക്സ് തെറാപ്പി സെൻ്ററിൻ്റെ സ്ഥാപകനാണ്. ശീഘ്രസ്ഖലനത്തിൻ്റെ സ്പെഷ്യലിസ്റ്റാണ്. മരുന്നില്ലാതൊരു മണിക്കൂർ കൊണ്ട് 100% ഗ്യാരണ്ടിയോടെ, ആജീവനാന്ത ഗ്യാരണ്ടിയോടെ ശീഘ്രസ്ഖലനം ചികിത്സയ്ക്ക് സുഖപ്പെടുത്തുന്ന ആളാണ്. കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിലുള്ള സ്ഥാപനം. വിളിച്ച് ബുക്ക് ചെയ്തിട്ട് വന്നാൽ അപ്പോൾ തന്നെ ഗ്യാരണ്ടിയിൽ മാറ്റി തരുന്നതാണ്. ഞാനിന്ന് സംസാരിക്കുന്നത് സ്ത്രീകളിലെ സുന്നത്തിനെ കുറിച്ചാണ്, അതിൻ്റെ ശാസ്ത്രീയതയെക്കുറിച്ചാണ്. സ്ത്രീകളിൽ പുരുഷന്മാരുടെ സുന്നത്തിനെ കുറിച്ച് നമുക്കറിയാം. പുരുഷന്മാരുടെ സുന്നത്ത് എന്ന് പറയുന്നത് അവരുടെ അഗ്രചർമ്മം, അത് ഫോർസ്കിൻ, അത് മുറിച്ച് കളയുന്നതിനാണ് നമ്മൾ സുന്നത്തെന്ന് പറയുക. അപ്പോൾ പുരുഷൻ്റെ ലിംഗം പോലെ തന്നെ ഒരു ലിംഗം സ്ത്രീയുടെ യോനിയിലുണ്ട്. അത് അധികം പേർക്കും അറിയില്ല. സ്ത്രീകൾക്ക് തന്നെ, കൂടുതൽ സ്ത്രീകൾക്കും അങ്ങനെ ഒരു ലിംഗം ഉള്ളതായിട്ട് അറിയില്ല. പുരുഷന്മാരുടെ കാര്യം വളരെ മോശമാണ്, അവർക്കും അങ്ങനെ അറിയില്ല. പേരൊക്കെ എല്ലാവർക്കും അറിയാം. നമ്മൾ കന്തെന്ന് പറയും, അതെല്ലാവർക്കും അറിയാം. പേരെല്ലാവർക്കും അറിയാം, ഏതാണെന്നോ എവിടെയാണെന്നോ പലർക്കും അറിയില്ല. അപ്പോൾ നമ്മുടെ പുരുഷലിംഗം പോലെ തന്നെ ഒരു ലിംഗം സ്ത്രീകളുടെ യോനിയിലുണ്ട്. അതിനെ ആണ് കന്തെന്ന് പറയുന്നത്. ഇത് അവരുടെ യോനിയുടെ അവർ കാല് വിടർത്തി വയ്ക്കുമ്പോൾ യോനിയുടെ മുകളിലായിട്ട് നമ്മുടെ മൂക്ക് പോലെ ഒരു സാധനം പൊന്തിക്കുന്നതാണ്. അത് സ്ത്രീകളിലെ പുരുഷലിംഗമാണ്. പുരുഷൻ്റെ ലിംഗത്തെ പുറകോട്ട് വലിക്കുമ്പോൾ, ലിംഗത്തിൻ്റെ തോലിന് പുറകോട്ട് വലിക്കുമ്പോൾ ലിംഗമൂലം പുറത്തേക്ക് ഇറങ്ങി വരുന്നത് പോലെ തന്നെ സ്ത്രീകളുടെ ശരീരത്തിൽ ആ തോലിന്, ആ യോനിൽ കാണുന്ന തോലിൻ്റെ മുകളിലേക്ക് വലിച്ചാൽ അതിനുള്ളിൽ നിന്ന് ഒരു പുരുഷലിംഗം പുറത്തേക്ക് ഇറങ്ങി വരും. അതിന് പുരുഷലിംഗത്തിന് ഗ്രാമ്പൂവിൻ്റെ ഷേപ്പാണ്, എല്ലാവർക്കും അറിയാം. ഗ്രാമ്പൂവിൻ്റെ ഷേപ്പാണ് പുരുഷലിംഗത്തിന്. മുമ്പിലൊരു മുട്ടുണ്ടാവും, ബാക്കിലേക്ക് ഒരു തണ്ടുണ്ടാവും. അതാണ് പുരുഷലിംഗത്തിൻ്റെ ഷേപ്പ്. ഇതേ ലിംഗത്തിനാണ് ആ തോല് മാറ്റിക്കഴിഞ്ഞാൽ കാണുന്നത്. ഒരു ഗ്രാമ്പൂവിൻ്റെ മുട്ട് പോലത്തെ മുട്ട് പുറത്തേക്ക് ഇറങ്ങി വരും. വീണ്ടും വലിച്ചെറിയേണ്ട തണ്ട് ഇറങ്ങി. അതവർക്ക് വളരെ, ആ മുട്ട് അവർക്ക് വളരെയേറെ രസം കൊടുക്കുന്ന കേന്ദ്രമാണ്. അപ്പോൾ പുരുഷൻ്റെ ലിംഗത്തിൻ്റെ തോലാണ് മുറിച്ച് കളയുന്നതെങ്കിൽ ഇവിടെ മുറിച്ച് കളയുന്നത് സ്ത്രീയുടെ ആ തോലല്ല, ഇതിൻ്റെ മുട്ടാണ് മുറിച്ച് കളയുന്നത്. അപ്പോൾ ആ ലിംഗം, ആ സ്ത്രീയിലുള്ള ആ യോനിയിലുള്ള ആ മുകുളം, ആ മുട്ടാണ് അവരെ കൂടുതൽ സംതൃപ്തിയിലെത്തിക്കാൻ അവരെ സഹായിക്കുന്നത്. അതുപയോഗിച്ചുകൊണ്ട് അവർക്ക് സ്വന്തമായിട്ട് തന്നെ വളരെ പെട്ടെന്ന് അവർക്ക് രതിമൂർച്ചയിലെത്താൻ കഴിയും, കൂടുതൽ ലൈംഗിക ആസ്വാദനത്തിലെത്താൻ കഴിയും. അങ്ങനെയുള്ളൊരു വളരെ പ്രയോജനപ്പെടുന്നൊരു ഭാഗമാണിത്. ഈ ഭാഗത്തെ അപരിഷ്കൃതരായിട്ടുള്ള ചില അറേബ്യൻ രാജ്യങ്ങളിലെ, ഈ ചില സുഡാൻ പോലുള്ള ചില രാജ്യങ്ങളിൽ അവരതിനെ മുറിച്ച് കളയും. മുറിച്ച് കളയാൻ കാരണം ഇവർ മനസ്സിലാക്കിയത് സ്ത്രീകളുടെ ആ ഭാഗത്ത് സ്പർശിക്കുമ്പോൾ അവർക്ക് വളരെയേറെ രസം ഉണ്ടാക്കാൻ കഴിയുന്നുണ്ട്, നല്ല രസം കിട്ടുന്നുണ്ട്. അപ്പോൾ പുരുഷന്മാർക്ക് സാധാരണ രീതിയിൽ ഒരു പ്രാവശ്യത്തെ രതിമൂർച്ചയ്ക്ക് ശേഷം വീണ്ടും അടുത്ത രതിമൂർച്ച ഉടനെ ഉണ്ടാവില്ല. സ്ത്രീകളെ സംബന്ധിച്ചുള്ള അവർക്ക് വീണ്ടും വീണ്ടും ആയിക്കൊണ്ടിരിക്കും. അപ്പോൾ വീണ്ടും വീണ്ടും പുരുഷന്മാർ എത്ര ശ്രമിച്ചിട്ടും അവരെ അടക്കാൻ, മതിയാക്കാൻ കഴിയാത്തൊരവസ്ഥയിലേക്ക് എത്തുമ്പോൾ ഇവർ വിചാരിച്ചു ഈ സാധനം ഉള്ളത് കൊണ്ടാണ് ഇവരെ രതിമൂർച്ച എത്തിക്കാൻ കഴിയാത്തത്, അതുകൊണ്ട് ഈ സാധനം മുറിച്ച് കളഞ്ഞാൽ ഇവർ അടങ്ങിക്കോളും എന്ന് കരുതിയാണ് ഇവർ ഈ സാധനം മുറിച്ചത്. ഈ സാധനം മുറിക്കുമ്പോഴുള്ള ദോഷം എന്താണെന്ന് വെച്ചാൽ ഇതുള്ളത് കൊണ്ടാണ് അവരെ അടക്കാൻ കഴിയും, ഇതില്ലാതെങ്കിൽ അവരെ അടക്കാൻ കഴിയില്ല. അപ്പോൾ നമുക്ക് ഒരു വണ്ടിയുടെ സ്റ്റിയറിംഗ് ഊരിയെടുത്താൽ പിന്നെ വണ്ടി നിയന്ത്രിക്കാൻ പറ്റില്ലല്ലോ. അതുപോലെയാണ് ഈ സാധനം മുറിച്ച് കളയുന്നതുകൊണ്ട് അവർക്കുണ്ടായിരുന്ന ആസ്വദിക്കാൻ പറ്റിയൊരു ശരീരഭാഗമാണ് മുറിച്ച് കളയുന്നത്. അത് വളരെ അറിവില്ലാത്തൊരു കാര്യമാണ്, അത് വളരെ തെറ്റാണ്, അത് ചെയ്യാൻ പാടില്ലാത്ത കാര്യമാണ്, അത് അശാസ്ത്രീയമാണ്. അത് നിയമം മൂലം അവിടെയൊക്കെ നിരോധിച്ചിട്ടുണ്ട്. അതങ്ങനെ ചെയ്യുന്നതായിട്ട് അറിഞ്ഞാൽ പോലീസ് പിടിച്ചോളൂ. ഒരു കുറ്റകരമായ കാര്യമാണ്, അത് ചെയ്യാൻ പാടില്ല. അപ്പോൾ നമ്മുടെ ലിംഗത്തിൻ്റെ മുൻഭാഗത്ത് മുട്ടാണ് മുറിച്ച് കളയുന്ന അവസ്ഥ എന്താണ്? ഇവിടെ മുറിച്ച് തോലാണ് മുറിച്ച് കളയുന്നത്, തോലിന് പകരം മുട്ട് മുറിച്ച് കളയുന്ന അവസ്ഥ എന്താണ്? ഇതേപോലെ അവരുടെ തോലെല്ലാം മുറിച്ച് കളയുന്നത്, അവരുടെ മുട്ടാണ് മുറിച്ച് കളയുന്നത്. ആ മുട്ട് മുറിക്കുന്നവരുടെ അവർക്ക് ആസ്വദിക്കാനും കഴിയില്ല, അവരെ ആസ്വദിക്കാനും പറ്റാത്തൊരു ഗതികളിലേക്ക് അവർ എത്തിച്ചേരുകയായിരുന്നു. അപ്പോൾ അത്തരം ഒരു ബുദ്ധിമുട്ടാണ് അതുകൊണ്ടുണ്ടാകും. അപ്പോൾ പലരും ഞാനിത് പറയാൻ കാരണം എന്നോട് ചില ആൾക്കാർ അടുത്ത കാലത്ത് അതിനെക്കുറിച്ച് സംസാരിക്കുകയുണ്ടായി. അത് വളരെ നല്ലതാണെന്നൊക്കെ പറയുന്ന ചില ആൾക്കാരുണ്ടായി. അപ്പോൾ അവർക്കൂടി മനസ്സിലാത്ത രീതി പറഞ്ഞാണ് ഇത് ചെയ്യാൻ പാടില്ലാത്തതാണ്. അത് മനസ്സിലാക്കിയിട്ടില്ലാത്ത സ്ത്രീകളും പുരുഷന്മാരും മനസ്സിലാക്കണം. അത് രതിമൂർച്ചയിൽ എത്തിക്കാൻ വളരെ സഹായിക്കുന്നതാണ്. അതുകൊണ്ട് ഞാൻ വീഡിയോ കൂടുതൽ നീണ്ടുപോകുന്നതിന് കൊണ്ട് ഞാൻ കൂടുതൽ കാര്യം പറയാൻ ശ്രമിക്കുന്നില്ല. വീഡിയോ കാണുന്ന എല്ലാവരും വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യണം, അതുപോലെ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, പ്രോത്സാഹിപ്പിക്കണം. വീണ്ടും അടുത്തൊരു വീഡിയോയുമായി എത്തുന്നതാണ്. നന്ദി, നമസ്കാരം.